മലയാളീസ് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവയ്ക്കയുടെ കയ്പ്പ് മാറിക്കിട്ടാനായിട്ട് ഇതുമാതിരി നമ്മൾ എത്ര വേണ്ട വെച്ചാൽ പാവയ്ക്ക എടുത്ത് അതിന് നന്നായി വൃത്തിയാക്കി അകത്തെ കുരുവൊക്കെ കളഞ്ഞ് നമ്മളതിനെ ചെറുതായി മുറിച്ചിട്ട് ചെറുതായി മുറിക്കുക. ഞാൻ ഇങ്ങനെ ചെറുതായി മുറിച്ച് കൊണ്ടുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും അതെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കതിനെ അതിലുള്ള മാക്സിമം കയ്പ്പ് മാറി കിട്ടുന്നതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏതായാലും നിങ്ങളിത് ട്രിക്ക് ഫോളോ ചെയ്തോളൂ. ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്താച്ചാൽ ഉണ്ടാക്കി മെഴുക്ക് പുരട്ടിയോ എന്താച്ചാൽ ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ പാവയ്ക്കയിൽ ഉപ്പും ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഞാനത് അരമണിക്കൂർ വെച്ചു. ഞാനിതിന് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാൻ നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിനുള്ള കയ്പ്പ് രസമൊക്കെ നല്ലോണം മാറിക്കിട്ടും. ഇനി 2-3 പ്രാവശ്യം കഴുകുകയാണ്. ഇനി എങ്ങനെയാണ് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുണ്ട് എങ്ങനെയാണ് വേണ്ട വെച്ചാൽ തീയലായിട്ടോ മറ്റേ മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കലോ എങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടാട്ടമല്ല നമ്മൾ മെഴുക്ക് പുരട്ടി മാതിരി എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിൽ നല്ലോണം കയ്പ്പ് മാറി കിട്ടിയിട്ടുണ്ട്. ഞാനിനി കുറച്ച് എടുത്തിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ഇത് ഉണ്ടാക്കുകയാണ്. സബ്ജി മാതിരി ഉണ്ടാക്കി തീരെ എന്താ പറയുക കയ്പ്പ് രസം ഇല്ലാതെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടിപ്പാണ്. ഫോളോ ചെയ്തോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാൻ ഉപ്പേരി മാതിരി ഉണ്ടാക്കിയെടുക്കുകയാണ്. എണ്ണ ചൂടായി വരുന്നുള്ളൂ. കുറച്ച് ഉള്ളി മുറിച്ചിട്ട് ഞാൻ എണ്ണയിലേക്ക് എടുക്കുകയാണ്. നന്നായി ഒന്ന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്ന് വഴണ്ട് വരുന്നിട്ട് ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയിട്ട് ഞാനത് എങ്ങനെയാ വെച്ചാൽ തീരെ അതിൽ കയ്പ്പ് രസം ഒരു 50% കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനങ്ങനെ ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിനുള്ള നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് എങ്ങനെ വേണ്ട എരിവ് വഴറ്റി കഴിഞ്ഞ് ഒരു തക്കാളി മുറിച്ചതായിരിക്കും ഇടുകയാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. കാരണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് അത് കഴുകിയിരിക്കുന്നത്. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടണം. നന്നായിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ തക്കാളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാവയ്ക്ക കഴുകി മാറ്റി വെച്ച പാവയ്ക്ക ഞാൻ അതിലേക്ക് ഇടുകയാണ്. എന്തായാലും കയ്പ്പിന് നല്ലൊരു ശമനം ഉണ്ടാവും. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ടിപ്പായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നല്ല വ്യത്യാസം വരും. വല്ലാതെ കയ്പ്പ് ഉണ്ടാവില്ല. കയ്പ്പ് പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും കൂടി ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും കഴിക്കുക എന്തായാലും. അതൊരു ട്രിപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തോളൂ.
പിന്നെ വേറെ എങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നെ. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഞാനത് പുതിയതായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ മത്തങ്ങയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് മൊത്തമായിട്ട് ഉപയോഗിച്ച് തീർക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു ടിപ്പ് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഞാനത് ചെറിയൊരു മൊത്തമായിട്ടുള്ളൊരു മത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചാൽ മതി. എന്നാലും പിന്നെ ഇപ്പം നമുക്ക് മുഴുവൻ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പകുതിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എടുത്ത് മാറ്റി വെക്കേണ്ടത്, എങ്ങനെ പ്രിസർവ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാണിത്. അതിന് ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഒരു ഭാഗം എടുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം അത് ഉപയോഗിക്കുക. അതിന് ബാക്കി നമ്മൾ എടുത്ത് വെക്കണം എന്തെന്ന് വെച്ചാൽ, ഈ അകത്തിരിക്കുന്ന പൾപ്പും ഈ കുരുവും എല്ലാം കൂടി നമ്മളിന്ന് മാറ്റി ഇങ്ങനെ എടുത്ത് മാറ്റണം. ഇങ്ങനെ എടുത്ത് മാറ്റിയത് ഇതുമാതിരി ഞാൻ എല്ലാം പൾപ്പും കുരുവൊക്കെ എടുത്ത് മാറ്റി. ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്തായാലും ഒരു 8-10 ദിവസം കേട് കൂടാതെ ഇരുന്നോളും. കാരണം ഈ കുരു ഉണ്ടെങ്കിലാണ് അതിങ്ങനെ ഫംഗസൊക്കെ വന്ന് കേട് വന്ന് പോവും. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിലൊന്നും റാപ്പ് ചെയ്യേണ്ട ആവശ്യം. ഞാൻ ഡയറക്റ്റാണ് നമ്മൾ കായൊക്കെ വയ്ക്കും, ഞാൻ അങ്ങനെ വെക്കാറുള്ളൂ. അത് നന്നായിട്ട് ഇരുന്നോളും. ഞാനിത് കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് വെച്ചതിന് ശേഷം. എന്തായാലും നോക്കിയിട്ട് അതുമാതിരിയുള്ള ടിപ്പ് ഫോളോ ഞാൻ കാണിച്ചു തരാം. എന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഈ മത്തങ്ങ വെച്ചത് എങ്ങനെയുണ്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഞാൻ വീഡിയോ ഇടും. ഞാൻ പൾപ്പും കുരുവൊക്കെ എടുത്തിട്ട് മത്തങ്ങ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചത് 7-8 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു മത്തങ്ങയുടെ കഷ്ണമാണ്. അതിനൊരു കേടും വന്നിട്ടില്ല, ചീഞ്ഞ് പോയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതുമാതിരി നമ്മൾ മത്തങ്ങ അഥവാ വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി അതിൻ്റെ പൾപ്പും കുരുവൊക്കെ കളഞ്ഞ് നമ്മളതിനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാം. ഇത് ഏതായാലും ഈ ടിപ്പ് ഫോളോ ചെയ്തോളൂ. നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും മത്തങ്ങയുടെ ഇത്. എല്ലാവരും ഫോളോ ചെയ്തോളൂ. വേറൊരു ടിപ്പായിട്ട് വന്നിരിക്കും ഞാൻ. ഇപ്പോൾ നമ്മൾ ബട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർഡായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് നമുക്ക് മുറിക്കാൻ പറ്റില്ല. എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നേരെ പോവില്ല. അതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മുറിക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് മുറിച്ച് കിട്ടും. കണ്ടോ? അങ്ങനെ വേണ്ടിയിട്ട് അത്രയും കഷ്ണങ്ങൾ നമുക്ക് സാധാരണ കത്തി കൊണ്ട് മുറിക്കാൻ പറ്റാത്തത് നമുക്ക് ഈ ബട്ടറിൻ്റെ ഇതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? എത്ര ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിലും അതേമാതിരി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എനിക്ക് പെട്ടെന്ന് മുറിക്കാൻ പറ്റി. അല്ലെങ്കിൽ വെറും പ്ലെയിൻ കത്തി കൊണ്ട് നമുക്ക് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുമാതിരി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? വേഗം മുറിക്കാൻ പറ്റി. ഇങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇതും അതേമാതിരി തന്നെ ബട്ടർ പേപ്പർ ഉള്ള കാരണം അത് വേഗം നമുക്ക് മുറിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് മുറിക്കാൻ പറ്റാതെ കണ്ടോ? ഇത് മറിക്ക് നമുക്ക് മുറിക്കാൻ പറ്റും. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും. കണ്ടോ? കഷ്ണങ്ങളാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹാർഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലോ. എന്തായാലും ഈ ടിപ്പ് എല്ലാവരും ഫോളോ ചെയ്തോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.